ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കണ്ണപ്പ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു പാനിത്തൻ സിനിമയാണല്ലോ. വിഷ്ണു മഞ്ജു എന്ന തെലുഗു നടൻ നായകനെത്തിയ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും വന്നിരിക്കുകയാണ്. ഇന്നത്തെ 4ാം ദിവസത്തെ ഉൾപ്പെടെയുള്ള സിനിമയുടെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ഈ തെലുഗു സിനിമയുടെ വെർഡിറ്റും ആദ്യ വീക്കെൻഡ് കളക്ഷനും കൊണ്ട് തന്നെ ഉറപ്പിക്കാമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കണ്ണപ്പ എന്ന സിനിമയ്ക്ക് ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളിലെത്തിയ വിഷ്ണു മഞ്ജു നായകനെത്തിയ സിനിമയ്ക്ക് ആദ്യ 3 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രതിദിനം കളക്ഷൻ താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് തിങ്കളാഴ്ച കനത്ത കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇന്നത്തോടെ 35 കോടിക്കടുത്തേക്കെങ്കിലും സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടുമെന്ന് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷനിൽ 60% കളക്ഷനും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന് കൂടി പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ പ്രതീക്ഷിച്ച പോലെ സിനിമ 70 ലക്ഷത്തിലേക്ക് ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി വെർഡിറ്റ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ മറ്റ് തെലുഗു സിനിമകളെ പോലെ സിനിമ നിശ്ചിത തുകയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ച രീതിയല്ല സിനിമയ്ക്കുള്ളത്. മറിച്ച് കമ്മീഷൻ ബേസിസിലാണ് സിനിമ എല്ലാ മേഖലകളിലേക്കും സിനിമയുടെ വിതരണാവകാശം വിറ്റഴിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമ നിലവിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കിയെന്ന് ഉറപ്പിക്കാം. കേരളത്തിൽ ഉൾപ്പെടെ സിനിമ ഡിസാസ്റ്റർ ആണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.